അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപതി പോൾ പോട്ട് കൊല ചെയ്യപ്പെട്ടത്. അപ്പോ ബംഗാളിൽ 30 കൊല്ലം ഭരിക്കുമ്പോ അവിടെ ഒരു ചെറിയ പോൾ പോട്ട്, അവിടെ ഒരു ചെറിയ സ്റ്റാലിൻ, അവർക്കൊക്കെ പിൻഗാമിയായിക്കൊണ്ട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവരെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് ഇന്ത്യ രാജ്യത്ത് ഒരു മുൻഗാമി മാത്രമാണുള്ളത്. അത് ഗുജറാത്തിലെ നരേന്ദ്രമോദിയാണ് എന്ന് കാണാൻ കഴിയും. അത് ഫാസിസ്റ്റ് മോഡിയാണെങ്കിൽ ഇത് മാർക്സിസ്റ്റ് മോഡിയാണ് എന്ന വ്യത്യാസം മാത്രമാണുള്ളത്. ജനങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു വിഭാഗമായി മാർക്സിസ്റ്റുകൾ മാറിയിരിക്കുകയാണ്. തങ്ങൾ പറയുന്നത് അംഗീകരിക്കാത്തവരെ മുഴുവനും ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതി മാർക്സിസ്റ്റ് പാർട്ടി അവലംബിച്ചു വരികയാണ്. മാർക്സിസം പ്രാകൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പരിഷ്കൃത സമൂഹത്തിന് മാർക്സിസം അപമാനമായി കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ ഗ്രാമങ്ങൾ നമുക്കറിയാം. അവിടെ മറ്റു പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത കാടത്തം. എന്തിനേറെ നമ്മളുടെ ക്യാമ്പസുകളിൽ പോലും SFIക്ക് സ്വാധീനമുണ്ടെങ്കിൽ അവിടെ പിന്നെ വേറെ ആരും വേണ്ട എന്ന ഫാഷിസ്റ്റ് ചിന്താഗതിയാണ്, എന്ന ഭീകരമായ ചിന്താഗതിയാണ് ജനാധിപത്യ വിരുദ്ധരായ മാർക്സിസ്റ്റുകൾ വെച്ചു പുലർത്തുന്നത്. അതിനെയാണ് ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്നവരെ മുഴുവനും ആക്രമിക്കുന്ന പ്രവണത മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നോ ഉണ്ട്. നമുക്കറിയാം, ഈ സംഭവത്തെ ചോദ്യം ചെയ്ത ലോകപ്രശസ്തരായ മേധാ പട്കറിനെ, മഹാശ്വേതാ ദേവിയെ, അതുപോലെ തന്നെ മൃണാൽ സെന്നിനെ, അപർണ സെന്നിനെ, ഗൗതം ഘോഷിനെ ഒക്കെ മാർക്സിസ്റ്റുകാർ ക്രൂരമായി ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം കൽക്കത്തയിൽ ഉണ്ടായി. ഭരണകൂട ഭീകരത അവരുടെ മേൽ പ്രകടമായി അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സന്ദർഭമുണ്ടായി. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? വിയോജിപ്പുകളെ മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിക്കില്ല എന്ന്. കേരളത്തിലെ ചില മാർക്സിസ്റ്റ് നേതാക്കന്മാരും പറഞ്ഞു, മേധാ പട്കർ അങ്ങനെ വലിയൊരു സാംസ്കാരിക നായികയൊന്നുമല്ല എന്ന്. തങ്ങളെ എതിർത്താൽ പിന്നെ എല്ലാ സാംസ്കാരിക നായകന്മാരെയും ആക്രമിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളത്. മാത്രവുമല്ല, ഇവിടെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കുഴലൂത്ത് നടത്തുന്ന ചില സാംസ്കാരിക നായകന്മാരുണ്ട്. ഈ സാംസ്കാരിക ശൂന്യതയിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ സാംസ്കാരിക കേരളം നിങ്ങളുടെ മേൽ അപമാനിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ആ സാംസ്കാരിക നായകന്മാരാരും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ സാംസ്കാരിക ശൂന്യതയെ സംബന്ധിച്ച് അവർ യാതൊരുവിധ വിയോജിപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇതാ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധമുള്ള ഒരു യുവജന സംഘം ഇന്ത്യ രാജ്യത്തിന്റെ ഒരു കോണിൽ ബംഗാളിലെ നന്ദിഗ്രാമിൽ ന്യൂനപക്ഷങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോ സംഘബോധമുള്ള സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കീഴിലുള്ള ഈ യുവജന സംഘം ഇതാ ഇവിടെ നിന്നുകൊണ്ട് ഈ സംഘടിത ശക്തി തങ്ങളുടെ ഐക്യദാർഢ്യം ബംഗാളിലെ നന്ദിഗ്രാമിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. നന്ദിഗ്രാമിലുള്ള മറ്റൊരു സ്ഥിതിവിശേഷം, 70% ന്യൂനപക്ഷ ജനവിഭാഗങ്ങളാണ് നന്ദിഗ്രാമിൽ അധിവസിക്കുന്നത്. ഈ 70% പാട്ടിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ചില രാഷ്ട്രീയ കപട നാടകങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും മറ്റുമൊക്കെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ മേൽ ഒരു കടന്നുകയറ്റം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടി ചില ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കടന്നുകയറ്റം നടത്തുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മുസ്ലിം സമൂഹത്തിന്റെ ഉത്ബുദ്ധതയെ നിങ്ങൾ ചെറുതാക്കി കാണുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന ബിരിയാണി പൊതികളുടെ പിന്നാലെ, നിങ്ങൾ കാണിക്കുന്ന കാപട്യങ്ങളുടെ പിന്നാലെ വരുന്നവരല്ല കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം. അവർക്ക് 60 വർഷക്കാലം ലീഗ് നൽകിയ ബുദ്ധിപരമായ നേതൃത്വമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയ കാപട്യങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. നന്ദിഗ്രാമിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തിൽ. 30 കൊല്ലക്കാലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോ നന്ദിഗ്രാമിലെ മുസ്ലിങ്ങൾക്ക് പ്രൈമറി വിദ്യാലയം പോലുമില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഞങ്ങൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് വളരെയേറെ ശ്രമകരമായ ചില പദ്ധതികളിലൂടെയാണ്. ബംഗാളിലെ മുസ്ലിങ്ങളുടെ രേഖാചിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. ആ മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസം എന്താണെന്നറിയില്ല. ആ മുസ്ലിം സമൂഹത്തിന് സംവരണം എന്താണെന്നറിയില്ല. സർവീസിലെ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കേവലം 2.5% മാത്രമാണ്. സർവീസിൽ 26% മുസ്ലിങ്ങളുള്ള ബംഗാളിൽ സർവീസിൽ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കേവലം 2.5% മാത്രമാണ്. അപ്പോ കേരളത്തെ ബംഗാളാക്കാൻ
കേരളത്തിലെ പ്രബുദ്ധരായ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അനുവദിക്കുകയില്ല എന്ന കാര്യം